കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഷിബു എഴയപ്പുഞ്ചയിൽ, പ്രിയങ്കനായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ജെനിൻ ഫിലിപ്പ്, പ്രിയപ്പെട്ട കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ ജോയ് ചെട്ടിശ്ശേരി, മറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും INDUCയുടെയും നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് വിജയപുരം പ്രദേശത്തിന്റെ കളത്തിപ്പടി അടക്കം വടവാതൂർ അടക്കം ഉള്ള പൊൻപള്ളി അടക്കമുള്ള പ്രദേശത്തേക്ക് ഇന്ന് സ്ഥാനാർത്ഥിയുടെ പര്യടന ജാഥ കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പില് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രത്യേകിച്ച് CPMന്റെ നേതാക്കന്മാർക്ക് പോലും സംശയമില്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു കോട്ട തന്നെയാണ് ഈ കോട്ടയം. നമുക്ക് അടുത്തിടെ നടന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ പ്രദേശങ്ങളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലേക്കുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഉള്ള രാഷ്ട്രീയ അടിത്തറയുള്ള സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ നിൽക്കുകയാണ്. ഈ നിയോജകമണ്ഡലത്തിന്റെ മുഴുവൻ ബൂത്തുകളിലും ഞങ്ങൾക്ക് സംഘടനാ ശേഷിയുണ്ട്. ആ സംഘടനാ ശേഷി അനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തകർ വീടാന്തരം കയറിയിറങ്ങി ഈ പ്രദേശത്തെ ആളുകളോടടക്കം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുവാനായിട്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ആ ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ MLA ആയി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2011 കടന്നു വന്നതിന് ശേഷം നാളിതുവരെ നമ്മളോടൊപ്പം നിന്ന ഒരു നേതാവ് കൂടിയാണ്. മറ്റുള്ള പ്രദേശത്തെ MLA-മാർ MP-മാർ അടക്കമുള്ളവർ ജയിച്ചു കഴിഞ്ഞാൽ എത്രയോ ദിനങ്ങൾ കഴിഞ്ഞായിരിക്കും ആ പ്രദേശത്തേക്ക് ഒന്ന് കടന്നു വരുന്നത്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2011 അദ്ദേഹം MLA ആയതിനു ശേഷം കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയായി മാറി. റവന്യൂ വകുപ്പ് മന്ത്രിയായി മാറിയപ്പോഴാണ് നമുക്ക് റവന്യൂ വകുപ്പിൽ നിന്ന് കോട്ടയം അടക്കമുള്ള പ്രദേശത്തേക്ക് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഫണ്ടുകൾ കിട്ടുമെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ വിജയപുരം പ്രദേശത്ത് അടക്കം ഏറ്റവും അവസാനം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഒരു കേന്ദ്രം തന്നെ നമ്മുടെ വടവാതൂർ മാധവൻ പടിക്ക് സമീപം കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി സംവിധാനങ്ങൾ. നമ്മൾ നിൽക്കുന്നത് കളത്തിപ്പടിയിലാണ്. ആ കളത്തിപ്പടിയിൽ നിന്ന് പൊൻപള്ളിയിലേക്ക് പോകുന്ന റോഡ് 2011 മുമ്പ് നമുക്കറിയാം എത്രയോ ബുദ്ധിമുട്ടിരുന്നു. 1986 മുതൽ 2001 വരെ ശ്രീ TK രാമകൃഷ്ണൻ 15 വർഷം ഈ നിയോജകമണ്ഡലത്തില് കോട്ടയം നിയോജകമണ്ഡലത്തിൽ MLA ആയിരുന്നതാണ്. MLA ആയിരുന്ന അദ്ദേഹം അടക്കമുള്ളവർ MLA ആയിട്ട് നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനം എത്രമാത്രം നടന്നുവെന്ന് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. നമ്മുടെ നാട്ടിലെ റോഡുകൾ തകർന്നാൽ ആ റോഡുകളൊന്നും നന്നാക്കാനുള്ള സാഹചര്യം അക്കാലത്തില്ലായിരുന്നു. അതിന് വേണ്ടുന്ന തരത്തിലേക്കുള്ള ഗവൺമെന്റ് മിഷനറി പോലും ചലിപ്പിക്കാൻ പറ്റാത്ത പാർട്ടിയായി മാർക്സിസ്റ്റ് പാർട്ടി ആ കാലത്ത് പോയിരുന്നു എന്നുള്ളത് അനുഭവ ഉള്ള ഈ പ്രദേശവാസികൾക്കറിയാം. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. നമുക്ക് കുടിവെള്ളം പോലും കൃത്യമായി ലഭിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇന്ന് നമുക്ക് ബഹുമാനായ MLA ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടന്നു വന്നതിന് ശേഷം MLA ഫണ്ട് ഉപയോഗിച്ച് 100 കണക്കിന് വഴികളാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ വികസിപ്പിച്ചിരിക്കുകയാണ്. ആ വികസിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്കറിയാം വടവാതൂരിലേക്ക് പോകാൻ, മോസ്കോ കവലയിലേക്ക് പോകാൻ, അല്ലെ നമുക്ക് പൊൻപള്ളി വഴി നമുക്ക് നട്ടാശ്ശേരി പ്രദേശത്തേക്ക് കടന്നു പോകാൻ, കൊച്ചമറ്റത്തേക്ക് കടന്നു പോകാൻ, അല്ലെ വടവാതൂർ എന്നാൽ വടവാതൂരിൽ നിന്ന് പുതിയ റോഡായി മോസ്കോ കവലയിലേക്ക് പുതിയ റോഡ് അടക്കം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് കോട്ടയം നഗരത്തിലേക്ക് പോകുന്ന വാഹനങ്ങളെ മറ്റ് പ്രദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നമ്മൾ ശ്രമിച്ചു. അത് ഫലപ്രദമായി ആ ഫണ്ട് വിനിയോഗിച്ചു. നമ്മളതെല്ലാം അതിന്റെ ഗുണം അനുഭവിച്ചു പോകുന്നവരായി ഈ കളത്തിപ്പടിയിലെ വടവാതൂരിലെ കോട്ടയത്തിന്റെ പല പ്രദേശത്തുള്ള ഒരു മാത്രത്തിലേക്ക് മാറുകയാണ്. ഇവിടെ മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കോട്ടയം നഗരത്തിലോട്ട് പോകുന്ന KK റോഡിലൂടെ പോകുന്നവർ അടക്കമുള്ളവർക്ക് നമുക്ക് ഗാന്ധി നഗറിലേക്ക് പോകാൻ, നമുക്ക് വട്ടമൂട് പാലം വഴി കടന്നു പോകാൻ പറ്റുന്ന തരത്തിലേക്ക് പുതിയ പാലം ഉയർന്നു, പുതിയ റോഡ് ഉയർന്നു. എലിപ്പുലിക്കാട്ട് വഴി കടവ് വഴി വേണേ നമുക്ക് ആ റോഡിലേക്ക് ചെല്ലാം. അങ്ങനെ നമ്മുടെ പ്രദേശത്തെ സഞ്ചാര സൗകര്യത്തിന് വേണ്ടുന്ന തരത്തിലേക്കുള്ള റോഡുകൾ
ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയത് മറ്റാരേക്കാളും കൂടുതലും ചെയ്തത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ്. ഇനിയും നമ്മൾ പുതിയതായി തയ്യാറാക്കുക. ഈ കളത്തിപ്പടിയിൽ നിന്ന് നമുക്കറിയാം കഞ്ഞിക്കുഴിയിലേക്ക് പോകുമ്പോൾ കളത്തിപ്പടി മുതൽ കഞ്ഞിക്കുഴിയുടെ ട്രാഫിക് ഐലൻഡ് കഴിയുന്നത് വരെ നമ്മൾ ക്യൂവിലാണ് വണ്ടി നിൽക്കുന്നത്. ക്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ക്യൂവാ. സർക്കാർ നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾക്ക് അടക്കം മാർച്ച് 31-ാം തീയതി ചെലവഴിക്കേണ്ട തുക അത് തരാതെ നമ്മളെ ക്യൂ ലിസ്റ്റിലേക്ക് പറഞ്ഞു വിട്ടു. നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. ട്രഷറിയിലെ 10 ലക്ഷം രൂപയുടെ ബില്ലുകൾ മാറിക്കൊണ്ട് വരെയുള്ളത് മാറുന്നുണ്ടായിരുന്നുവെങ്കിൽ അടുത്തയിടയിൽ അത് പൂർണ്ണമായും നിർത്തിക്കൊണ്ട് പാടേ സംഭരാവസ്ഥയിലായി പോയ ഒരു സർക്കാരിന്റെ ഖജനാവാണ് ഇത് കേരളത്തിലുള്ളത്. ആ സർക്കാർ ക്യൂ ലിസ്റ്റിലാണ് എല്ലാം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ നമുക്ക് പുതിയതായി നമുക്ക് കളത്തിപ്പടിയിൽ നിന്ന് കഞ്ഞിക്കുഴിയിലേക്ക് പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകണം. നമുക്ക് കളത്തിപ്പടിയിൽ നിന്ന് മധുരഞ്ചേരി കടവിലേക്ക് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൽ പാലത്തിന്റെ വടക്ക് വശത്തേക്ക് ഒരു പുതിയ റോഡ് ഉണ്ടാക്കാനുള്ള ആലോചന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കോട്ടയം നഗരസഭയും വിജയപുരം ഗ്രാമപഞ്ചായത്തുമായി ഒരുമിച്ച് ചേർന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ ഒരുങ്ങുമ്പോൾ നമുക്കറിയാം, ഈ കളത്തിപ്പടി ഇന്ന് കോട്ടയം നഗരത്തിലെ ഏറ്റവും പ്രധാന നഗരപ്രദേശത്തിന് സമീപത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനായി കളത്തിപ്പടിയെ മാറ്റും. കളത്തിപ്പടിയെ മാറ്റുമ്പോൾ നമ്മൾക്ക് കളത്തിപ്പടിയിലൂടെ പോകുന്ന ആളുകൾ അടക്കമുള്ളവർക്ക് അവർക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കാൻ, അവർക്ക് ആവശ്യമായ വാണിജ്യ സ്ഥാപനങ്ങൾ ഒരുക്കാൻ, അവർക്ക് ആവശ്യമായ മറ്റ് സ്ഥാപനങ്ങൾ ഒരുക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഇതൊരു നഗരമായി നമ്മുടെ കളത്തിപ്പടി മാറും എന്നുള്ളതാണ് നിങ്ങൾക്ക് പറയുവാനുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ പ്രദേശത്തെ ആളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയരണം, കുടിവെള്ള സൗകര്യം ഉയരണം. കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ പേരൂര് പമ്പ് ഹൗസിൽ ഒരു പുതിയതായ ഒരു കിണർ സ്ഥാപിച്ചു. ആ കിണർ സ്ഥാപിച്ചെങ്കിൽ അവിടെ കിഫ്ബി മുഖേന പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞു. അവിടെ 3 മോട്ടർ കൊണ്ടുവച്ചതല്ലാതെ അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് വാട്ടർ അതോറിറ്റി ഈയിടെ മാറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവസാനം നമുക്ക് കോട്ടയം നഗരസഭാ പ്രദേശത്തെ 52 വാർഡിലും വിജയപുരം ഗ്രാമപഞ്ചായത്ത്, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, വാകത്താനം പ്രദേശത്തിന്റെ ഒരു ഭാഗത്തൂടെ വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടി കോട്ടയം നഗരസഭ അടക്കം അമൃത് പദ്ധതിയിൽ 5,65,00,000 രൂപയ്ക്ക് അനുവാദം കൊടുത്തു. അവിടെ പുതിയ 3 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കും. 1600 kV കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോമറുകൾ അടക്കം 3 പുതിയ ട്രാൻസ്ഫോമറുകൾ സ്ഥാപിക്കും. ഈ മോട്ടോറുകൾ സ്ഥാപിക്കും. ആ മോട്ടറിൽ നിന്ന് പമ്പ് ചെയ്ത് നമ്മുടെ പ്രദേശത്തേക്ക് വെള്ളം വരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കിയിരിക്കുക. തയ്യാറായി ആ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തെ മുഴുവൻ ഭാഗങ്ങളിലും കുടിവെള്ളം എത്തുന്ന സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ കുടിവെള്ള ബുദ്ധിമുട്ടുള്ള വടവാതൂരിലെ, കളത്തിപ്പടിയിലെ, കഞ്ഞിക്കുഴിയിലെ ഒക്കെ പ്രദേശത്തെ നമുക്ക് വെള്ളം നിത്യേന കിട്ടാൻ പറ്റുന്ന സ്ഥലത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അങ്ങനെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് ഐക്യജനാധിപത്യ മുന്നണി ചിന്തിച്ചു കൊണ്ടുപോകുന്നത്. അത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരിക്കൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയും, നമുക്ക് ഇന്ന പദ്ധതി വേണം ഈ നഗരത്തിലെ ആളുകൾക്ക്. നമുക്കറിയാം, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലോ 2015-ലാണ് നമ്മുടെ കഞ്ഞിക്കുഴിയിൽ ഒരു ഫ്ലൈ ഓവർ വേണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചത്. നഗരസഭ നമ്മളുടെ അതിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ സ്ഥലം കുറെ വിട്ടുതരാമെന്ന് എഗ്രിമെന്റ് ഗവൺമെന്റിനോട് ചെയ്തു. അതിന്റെ ഫലമായി നമ്മള് കഞ്ഞിക്കുഴി മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്ത് നിന്ന് ഒരു ഫ്ലൈ ഓവർ ഉയർന്ന് നമ്മുടെ ഇവിടെ കഞ്ഞിക്കുഴിയിലെ ഷുഗർ ആൻഡ് സ്പൈസിന് സമീപം വന്ന് അവസാനിക്കുന്ന ഫ്ലൈ ഓവർ, ആ ഫ്ലൈ ഓവർ 37 കോടി രൂപയ്ക്കാണ് ടെൻഡർ ചെയ്തത്. ആ ടെൻഡർ ചെയ്തത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ ഗവൺമെന്റ് ആണ്. അതൊരു കരാറുകാരനെടുത്തു, അയാൾ വർക്കിന് എഗ്രിമെന്റ് വെച്ചു, അയാൾക്ക് സെലക്ഷൻ നോട്ടീസ് കൊടുത്തു, ആ വർക്ക് ഓർഡർ കൊടുത്തപ്പോഴാണ് ഗവൺമെന്റ് 2016-ൽ പിണറായിയുടെ ഗവൺമെന്റ് വന്നത്. ആ പിണറായിയുടെ ഗവൺമെന്റ് വന്നപ്പോൾ ആ ഫ്ലൈ ഓവറിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു. ആ കരാറുകാരനോട് ആ വർക്ക് നിർത്തിവെക്കാൻ പറയുന്നു, അതിനുള്ള ആരംഭം കുറിക്കണമെന്ന് പറയുന്നു. ആരംഭം കുറിക്കാതെ പോയ പദ്ധതി കൊണ്ട് ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്? ഈ കളത്തിപ്പടിയിലൂടെ യാത്ര ചെയ്യുന്നവർ, കോട്ടയത്തേക്ക് യാത്ര ചെയ്യേണ്ടവർ, കഞ്ഞിക്കുഴിക്കവലയിലെ ട്രാഫിക് ബ്ലോക്കിൽ പെടുന്നവർ അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും എത്രയോ വർഷമായി 2015-ന് ശേഷം 10 വർഷം 11-ാമത്തെ വർഷമാണിത്.
ആ 11 വർഷം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായ ആ ട്രാഫിക് ബ്ലോക്കില് വാഹനങ്ങളെ തടസ്സപ്പെട്ട മൂലം നമ്മുടെ ഡീസല് പെട്രോള് കത്തിയമർന്നത് എത്ര കോടി രൂപയുടെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമ്മുടെ ദീർഘവീക്ഷണമില്ലാത്ത ഒരു ഗവൺമെന്റായി പിണറായിയുടെ ഗവൺമെന്റ് മാറിയതിന്റെ ഒരു തെളിവാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടെ ഒരു ഫ്ലൈ ഓവർ ഉയർന്നാൽ നമ്മുടെ നാട്ടിലൂടെ പോകുന്നവർ കോട്ടയംകാർ മാത്രമാണോ? പാമ്പാടിയിലുള്ളവർ പോകില്ലേ? വാഴൂരുള്ളവർ പോകില്ലേ? പൂഞ്ഞാറിലുള്ളവർ പോകില്ലേ? നമ്മുടെ ഈ പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്ന ബസ്സുകളടക്കമുള്ളവർക്ക് ട്രാഫിക് ബ്ലോക്കിൽ പെടാതിരിക്കാൻ കഞ്ഞിക്കുഴിയിൽ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാനുള്ളതിന് തടസ്സം സൃഷ്ടിച്ചവരാണ് ഈ പറഞ്ഞ സഖാക്കന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രദേശത്തുള്ളവർ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെയുള്ളവരെ നമുക്കിനി ഈ നാട്ടിൽ വേണമോ? അങ്ങനെയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള സാഹചര്യം തരണം ചെയ്യുവാനുള്ള ശ്രമം നടത്തിയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം കൊണ്ടുവന്ന ആ ഫ്ലൈ ഓവർ പൂർത്തീകരിച്ചിരുന്നെങ്കിൽ നമ്മൾ 2015 അതിന്റെ പണി ആരംഭിച്ച് 2020 അത് പണി പൂർത്തീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്രയോ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞേനെ. നമുക്ക് എത്രയോ സൗകര്യത്തോടു കൂടി ഈ KK റോഡിലൂടെ യാത്ര ചെയ്യാമായിരുന്നു. അന്തർ സംസ്ഥാനത്ത് യാത്ര നടത്തുന്ന ഒരു റോഡ്, ദേശീയ നിലവാരമുള്ള ഒരു റോഡ്, ആ റോഡിലൂടെ യാത്ര ചെയ്യേണ്ടവർക്കുള്ള സൗകര്യമൊരുക്കിയ ഒരു സംവിധാനത്തെ പാടെ അട്ടിമറിച്ചുകൊണ്ട് പോയവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. അതുകൊണ്ട് നമ്മൾക്ക് ഇനിയും അവസരമുണ്ടാകണം. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് അധികാരത്തിൽ വരും, ഒരു സംശയം വേണ്ട. ഐക്യജനാധിപത്യ മുന്നണി ഈ ജില്ലയില് മുഴുവൻ സീറ്റുകളിലേക്കും ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരും. അത് പൂഞ്ഞാറിൽ വരും, കാഞ്ഞിരപ്പള്ളിയിൽ വരും, ചങ്ങനാശ്ശേരിയിൽ വരും, ഏറ്റുമാനൂർ വരും, നമ്മുടെ വൈക്കത്ത് വരും, കടുത്തുരുത്തിയിൽ വരും, പാലായിൽ അടക്കമുള്ളിടത്ത് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും. അതാണ് കോട്ടയംകാർ. കോട്ടയംകാരുടെ സാമ്പത്തിക സ്ഥലത്തെ തകർത്തവരാണ് ഇടതുപക്ഷം. ബഹുമാനായ ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ റബ്ബറിന് താങ്ങുവില ഉണ്ടാക്കി. 500 കോടി രൂപയാണ് റബ്ബറിന്റെ വില അത് താഴാതെ അവരെ സംരക്ഷിക്കുവാൻ അദ്ദേഹം തയ്യാറായത്. കോട്ടയം ജില്ല പോലുള്ള റബ്ബറിനെ സ്നേഹിക്കുന്ന, റബ്ബർ മേഖല കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് 10,000-കണക്കിന് കർഷകര് ഉള്ള ഒരു ജില്ലയില് ആ മേഖലയ്ക്ക് താങ്ങായി തണലായി നിൽക്കേണ്ട ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം എന്ത് സഹായം ചെയ്തു എന്ന് പറയണം. ഇപ്പം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുക ഞങ്ങൾ 250 രൂപ താങ്ങുവില പ്രഖ്യാപിക്കുമെന്ന്. പ്രിയപ്പെട്ട സഖാക്കന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബഹുമാനായ നേതാവ്, ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് ഈ കഞ്ഞിക്കുഴിയിൽ വന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റബ്ബറിന് നമ്മുടെ 250 രൂപയും മുതൽ 300 രൂപ വരെ അതിന് താങ്ങുവില നിശ്ചയിക്കും. അതിൽ നിന്ന് താഴോട്ട് പോകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കും. അതിന് വേണ്ടുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. അതിന് വേണ്ടുന്ന തരത്തിലേക്കുള്ള സാമ്പത്തിക പാക്കേജ് കൊണ്ടുവരും. ആ പാക്കേജ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ മേഖലയിലെ, കാർഷിക മേഖലയിലെ റബ്ബർ കർഷകർ അടക്കമുള്ളവർക്ക് അവരുടെ വരുമാനത്തിന് ചോർച്ചയില്ലാതെ ആ മേഖലയെ സംരക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് ഐക്യജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്നത്. അത് മാത്രമാണോ, നമ്മൾക്ക് ബഹുമാന്യയായ ഇന്ദിരാഗാന്ധി, ഇന്ത്യയുടെ ബഹുമാന്യയായ പ്രധാനമന്ത്രി, ലോകം കണ്ട ഉരുക്കു വനിത, ആ പ്രധാനമന്ത്രിയുടെ പേരിൽ നമ്മുടെ മുന്നണി ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരിക്കുക. എന്താണ് ഗ്യാരണ്ടി? നമ്മുടെ ബസ്സുകളിലൂടെ യാത്ര ചെയ്യുന്ന, KSRTC ബസ്സുകളിലൂടെ യാത്ര ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായി KSRTC ബസ്സില് ഇനി കേരളത്തിൽ എവിടെ വേണേലും യാത്ര ചെയ്യാം. അത് നമ്മൾക്ക് വനിതകൾക്ക് വേണ്ടി, വനിതകളെ അവരുടെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി, അവരുടെ ജീവിതത്തെ സുസ്ഥിരമാക്കുന്നതിന് വേണ്ടി, അവര് ജോലി ചെയ്യാൻ പോകുന്നവർക്ക് അവർ വരുമാന ചോർച്ചയില്ലാതെ സ്ത്രീകളുടെ വരുമാനം താങ്ങായി തണലായി നിർത്തിക്കൊണ്ട് കുടുംബ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടുന്നുള്ള കരുതലോടുകൂടിയുള്ള പ്രഖ്യാപനമാണ് വനിതകൾക്ക് സൗജന്യ യാത്ര KSRTC ബസ്സിൽ. നമ്മൾക്കറിയാം, അത് കർണാടകയിൽ നടപ്പാക്കിയിട്ടുണ്ട്, നമ്മുടെ തെലുങ്കാനയിൽ നടപ്പാക്കിയിട്ടുണ്ട്, ഹിമാചലിൽ നടപ്പാക്കിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ അടക്കമുള്ളിടത്തും നടപ്പാക്കിക്കൊണ്ട് അത് വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരു പുതിയ പ്രഖ്യാപനവുമായി വന്നിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഇതിന്റെ അവസാനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്.
അടുത്ത ഗവൺമെന്റ് മെയ് മാസം 15-ാം തീയതി കഴിയുമ്പോൾ ഈ കേരളത്തിൽ അധികാരത്തിൽ വരും. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആയിരിക്കും. ആ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ തീരുമാനമെടുക്കും. നമ്മുടെ നാട്ടിലെ വനിതകളായിട്ടുള്ളവർക്ക് ബസ്സിൽ സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഔദ്യോഗിക തീരുമാനമെടുത്തുകൊണ്ട് KSRTCക്ക് നഷ്ടം വരാതിരിക്കുവാൻ പ്രത്യേക പാക്കേജിലൂടെ സാമ്പത്തിക സംവിധാനം ഒരുക്കിക്കൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോകും. അത് മാത്രമാണോ? നമ്മൾക്കറിയാം, നമ്മുടെ ബഹുമാനീയനും ആദരണീയനുമായിരുന്ന മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും എത്രയോ ബുദ്ധിമുട്ടുള്ളവർ ഓരോ ദിവസവും മുഖ്യമന്ത്രിയുടെ ഒരിക്കൽ ചെല്ലും. ഒരു ആളെ പോലും മുഖ്യമന്ത്രി കടക്കു പുറത്തു എന്ന് പറയില്ല. ആ ഉമ്മൻചാണ്ടിയായ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ അരിക്കൽ ചെല്ലുന്ന ദിവസേന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായം ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് 10 വർഷം പിന്നിടുന്ന ഒരു ഗവൺമെന്റ്, പിണറായിയുടെ ഗവൺമെന്റ്, കോടിക്കണക്കിന് ഉറപ്പിക്കുക ഉണ്ടായിട്ടും നമുക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആർക്കെങ്കിലും നമ്മുടെ പ്രദേശത്ത് ചികിത്സാ സഹായം കിട്ടിയോ എന്ന് ചിന്തിക്കണം. ഏതെങ്കിലും ഒരു സഖാവിന് കിട്ടിയോ എന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ട സഖാക്കന്മാരടക്കമുള്ളവരുണ്ടല്ലോ, അവരുടെ ഏതെങ്കിലും കുടുംബാംഗങ്ങൾക്ക് കിട്ടിയോ എന്ന് നിങ്ങൾ പറയണം. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടെ എത്രയോ ആളുകൾക്ക്, നൂറുകണക്കിന് ആളുകൾക്ക് നമ്മളുടെ നാഗമ്പടം മൈതാനത്ത് നമ്മൾ നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ പോലും രാവിലെ മുതൽ പിറ്റേ ദിവസം വെളുപ്പിനെ വരെയുള്ള സമയത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോയ ഒരു ചരിത്രമുണ്ട്. അതിന് ഉമ്മൻചാണ്ടിയോടൊപ്പം മുമ്പിൽ നിന്നിരുന്ന ആളാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാം പാവങ്ങളുടെ ബുദ്ധിമുട്ട്, സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട്. ഒരു രോഗാവസ്ഥയിലുള്ള കുടുംബത്തെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്ക് സഹായകരമായ നിലപാടെടുക്കാൻ പറ്റുന്നവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃനിരയിലുള്ളവര് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലുള്ളവർക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗ്യാരണ്ടിയില് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു സാമൂഹിക സുരക്ഷ സംവിധാനം ഒരുക്കുകയാണ്. ഇൻഷുറൻസ് സ്കീം 25 ലക്ഷം രൂപ 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന് കിട്ടും. അതെല്ലാ കുടുംബങ്ങൾക്കും കിട്ടും. അവിടെ BPL എന്നോ APL എന്നോ അല്ലെങ്കിൽ നമുക്ക് AAY എന്നോ ഒന്നുമില്ല. മുഴുവൻ ആളുകൾക്കും കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു പാക്കേജുമായിട്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി വരുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കിഡ്നി അസുഖം വന്നവർ, അല്ലെങ്കിൽ കരൾ മാറ്റി വെക്കേണ്ടവർ, അല്ലെ ബൈപ്പാസ് സർജറി ചെയ്യേണ്ടവർ, അതുപോലുള്ള ഗുരുതരമായ അസുഖം ബാധിച്ച നമ്മുടെ നാട്ടിലെ പാവങ്ങളായിട്ടുള്ളവർ, സാധാരണക്കാരായിട്ടുള്ളവർ അടക്കം അവർക്ക് ഒരു ചികിത്സയെ നേരിടേണ്ടി വരുമ്പോൾ അവരുടെ സാമ്പത്തിക സംവിധാനം പാടെ തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനൊരു പരിഹാരമുണ്ടാക്കാൻ അടുത്ത മാസം മുതൽ ജൂൺ 1-ാം തീയതി മുതൽ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയാണ് 25 ലക്ഷം രൂപ ഈ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒരു സുരക്ഷാ ഇൻഷുറൻസ് സ്കീം. ആ സ്കീം നടപ്പാക്കാൻ പോകുന്ന ഗവൺമെന്റായി നമ്മുടെ ഗവൺമെന്റ് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ നാട്ടിലെ പൊതു ആയിട്ടുള്ള ആളുകൾ, ഇവിടെ നമുക്ക് എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം ഭരിക്കുകയാണ്. എത്ര സ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായികളൊന്ന് ചിന്തിക്കണം. നമ്മുടെ നാട്ടിലെ വ്യാപാരി വ്യവസായികളായിട്ടുള്ളവർ എത്രയോ ആളുകള് കടകളടക്കം നടത്തി വൻ നഷ്ടം നേരിട്ട കടകൾ നിർത്തി മുമ്പോട്ട് പോയവർ എത്രയോ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. വ്യാപാര മേഖലയാകെ സ്തംഭിക്കുന്നു. പുതിയ വ്യവസായങ്ങളൊന്നും കടന്നു വരുന്നില്ല. ഈ ഗവൺമെന്റ് 10 വർഷം ഇരുന്നപ്പോൾ ഇതാണെങ്കിൽ, ഇനി ഈ ഗവൺമെന്റ് വന്നാൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടിപ്പോയും നമ്മുടെ കടക്കണിയിലായി മുഴുവൻ വ്യാപാര സമൂഹവും ആത്മഹത്യയുടെ ഭീഷണിയിലേക്ക് പോകുന്ന സാഹചര്യമാണ്. എല്ലാ മേഖലയിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം, കാർഷിക മേഖലയാകെ തകർന്നിരിക്കുന്നു. നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അത് വിറ്റഴിച്ചിട്ട് അതിന് വേണ്ടുന്ന തരത്തിലേക്കുള്ള അതിന്റെ വില കിട്ടാതെ പോകുന്നു. അല്ലെങ്കിൽ മില്ലുടമകൾ സംഘടിതമായി നിന്നുകൊണ്ട്, ചില നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി നിന്നുകൊണ്ട് കർഷകരുടെ നെല്ലെടുക്കാതെ മുമ്പോട്ട് പോകുന്നു. അതിന്റെ ഫലമായി നമ്മുടെ പാടശേഖരങ്ങളില് ആയിരക്കണക്കിന് കിൻഡൽ നെല്ല് നമുക്ക് വിറ്റഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. അത് നെല്ല് ഉത്പാദകർക്കാണെങ്കിൽ മറ്റു മേഖലയിലും സമാനമായ രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തണ്ടേ? ഇവിടെ ചോദിക്കാൻ ആളുകളുണ്ട് എന്നുള്ള
ചിന്തയുണ്ടാകണ്ടേ? ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്നവർ മറ്റാളുകളെ കാണുമ്പോൾ അവരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനമായി ഇന്ന് കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം. നമുക്ക് പുതിയ റോഡുകൾ ഉണ്ടാകണം, പുതിയ പാലങ്ങൾ ഉണ്ടാകണം, പുതിയ തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാകണം. യുവാക്കളായിട്ടുള്ളവർക്ക് നമുക്ക് വിദേശങ്ങളിൽ പോകാതെ ഇവിടെ പഠിച്ച് ഇവിടെ ജോലി സമ്പാദിക്കുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാനുള്ള സാഹചര്യമൊരുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ്. ഐക്യ ജനാധിപത്യ മുന്നണി 100-ൽ പരം സീറ്റിലേക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടന്നു വരികയാണ്. നമുക്കറിയാം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കളത്തിപ്പിടിയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നിട്ടുള്ളയാളാണ്. ഈ വടവാതൂരിലെ ആളുകളെ മുഴുവൻ അറിയാവുന്നയാളാണ്. ഈ നട്ടാശ്ശേരി പ്രദേശത്തുള്ളവരെ മുഴുവൻ അറിയാവുന്നവരാണ്. വ്യക്തിപരമായി പോലും ഈ കളത്തിപ്പടിയിലും വിജയപുരത്തും കോട്ടയത്തുമുള്ള മുഴുവൻ ആളുകളെയും നേരിട്ടറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മുടെ മുന്നിൽ മറ്റൊരു നേതാവിനുമില്ലാത്ത രീതിയിലുള്ള ഉയരത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കൈയുടെ അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം. നമുക്കറിയാം, ഈ ഗവൺമെന്റിനെ തൂത്തെറിയണം. നാളുകളിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പ്രതീക്ഷയായ ഒരു ഗവൺമെന്റ് ഉണ്ടാകണം. ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുവാൻ പ്രിയങ്കരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവിടെ അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ബഹുമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വിജയം വൻ ഭൂരിപക്ഷത്തോടു കൂടി വേണം. അതാണ് രാഷ്ട്രീയ പ്രവർത്തനം കഴിഞ്ഞ 10-15 വർഷമായി നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് കൊടുക്കാവുന്ന അംഗീകാരം. ആ അംഗീകാരം കൊടുക്കാൻ പറ്റുന്നവരാണ് കളത്തിപ്പടിയിലുള്ളവരെ എന്ന് യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഭാരത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിൻസിപ്പൽ ചെയർമാൻ ശ്രീ MP സന്തോഷ് കുമാർ